ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മിഷൻ SSC CGL CHSL 2024 ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ 2 ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് മസ്റ്റായിട്ടും കണ്ടിട്ട് തന്നെ വരിക. ഒരുപാട് പുതിയ കൺസെപ്റ്റുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സുമാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. വേറെ എവിടെയും നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടാത്ത, അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു ചാനലിലും തരാത്ത ക്ലാസ്സുകളാണ്. അത് 100% എനിക്ക് പറയാൻ കഴിയും. നിങ്ങൾ ഈ ഒരു പ്ലേലിസ്റ്റ് CGL 2024 പ്ലേലിസ്റ്റ് മുഴുവനായിട്ടും ആദ്യം മുതൽ എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിൽ എന്നുള്ള കാര്യങ്ങൾ മുതൽ ഉള്ള വീഡിയോസ് എല്ലാം കാണണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എക്സാം പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എനിക്കറിയാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഡൗൺ ആവുന്ന സമയങ്ങൾ വരും. പക്ഷേ അങ്ങനെ ഡൗൺ ആയി പോകരുത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് റിസോഴ്സുകളുണ്ട്. അതായത് ബുക്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല റാങ്ക് വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് നമുക്ക് ഓൺലൈൻ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാം യൂസ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വിഷമിക്കാൻ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് എടുക്കാൻ പോലും ടൈം ഇല്ലാത്ത ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ജോലി കിട്ടാമെങ്കിൽ നിങ്ങൾക്കും കിട്ടും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ അത് കിട്ടിയവരാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത്. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മാത്രം മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ പറ്റും. മലയാളത്തിൽ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ എല്ലാ എക്സാമിനേഷനെയും പറ്റിയുള്ള കാര്യങ്ങളും എല്ലാത്തിനെയും പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകളും നല്ല ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് മോട്ടിവേറ്റ് ആയിട്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും സക്സസ് ഉണ്ടാവും. വേറെ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നോക്ക്, നമ്മുടെ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അതിൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് പോലെ തന്നെ ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, ഓക്കെ, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഫുള്ളായിട്ട് SSC റെയിൽവേക്ക് വേണ്ടിയുള്ള എല്ലാ ടൈപ്പ് വിവിധ എക്സാംസിന് വേണ്ടി വിവിധ കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലാസ്സുകൾ കണ്ടു നോക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ CGLന് വേണ്ടിയുള്ള ബാച്ച് ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഓഫ്ലൈൻ ഡീറ്റെയിൽസ് ആണ്. ഇതിനകത്ത് കാലിക്കട്ടൂടെ നമ്മുടെ ഓഫ്ലൈൻ സെൻറ്റർ ഉണ്ട്. ഈ നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഓൺ സെല്ലിംഗ് 19 balls at 960 rupees, there is a loss equal to the cost price of 7 balls. The cost price of a ball is. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ എന്തായിരുന്നു ആ കൺസെപ്റ്റ് എന്തായിരുന്നു? ഇവിടെ 19 ബോളുകൾ വിൽക്കുമ്പോൾ 19 ബോൾ വിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 960 വിൽക്കുമ്പോൾ there is a loss equal to the cost price of 7 balls. അപ്പം ഞാൻ അന്ന് എന്താ പറഞ്ഞത്? 19 ബോളുകൾ വിൽക്കുമ്പോൾ 19 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് അവിടെ ചിലവാകുന്നത്. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് CP ആണെന്ന് വെച്ചു. അങ്ങനെ ആകുമ്പോൾ വിൽക്കുമ്പോഴും 19 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് തന്നെ കിട്ടിക്കഴിഞ്ഞാലോ അവിടെ എന്തില്ല, ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? അങ്ങനെ വിൽക്കുന്ന സമയത്ത് 19 എണ്ണം വിൽക്കുന്ന സമയത്ത് there is a loss, നഷ്ടമാണ് സംഭവിക്കുന്നത്, ഈക്വൽ ടു ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 7 balls. അതായത് 7 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര? 7 CP എന്താണ് അവിടെ നഷ്ടം സംഭവിക്കുന്നു. അതായത് 19 എണ്ണത്തിൻ്റെ CP കിട്ടേണ്ടതിന് പകരം എത്രയായിരിക്കും അവരുടെ കൈ കിട്ടുന്നത്? 7 എണ്ണത്തിൻ്റെ CP കിട്ടത്തില്ല, അത് നഷ്ടമായിപ്പോയി. അപ്പോൾ വിൽക്കുന്ന എത്ര എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസിലായിരിക്കണം? 19 - 7, അതായത് 12 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസിലായിരിക്കണം അത് വിൽക്കേണ്ടത്. അപ്പോൾ ഈ 12 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് ക്വസ്റ്റിന് തന്നേക്കുന്നത്. എത്രയാണ്? 960. എത്ര സിമ്പിൾ കൺസെപ്റ്റ് ആണെന്ന് നോക്കി. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? ദ കോസ്റ്റ് പ്രൈസ് ഓഫ് എ ബോൾ. ഒരു ബോളിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? CP ആണെന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം 12 CPയുടെ വാല്യൂ 960. ഇപ്പോൾ CP എന്ന് പറഞ്ഞാൽ എത്ര വരും? 12 കൊണ്ട് 96 വെട്ടുമ്പം 8 വരും. 12 × 8 മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ നിങ്ങളുടെ ടിപ്സിലുണ്ടാവണം. അതിനുവേണ്ടിയാണ് ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യാത്തവരെന്ത് ചെയ്യണം? മസ്റ്റായിട്ടും ബ്രേക്ക് വന്നവരായാലും അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്നവരായാലും എന്ത് ചെയ്യുക, അത് നിർത്തിയവർ അത് തുടങ്ങുക. ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് കോസ്റ്റ് പ്രൈസ്? 80 എന്ന് കിട്ടും. ഒരു ബോളിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 80 രൂപ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ, എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഒരു ഫൈനൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള
ഒരു കൺസെപ്റ്റ് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വിവിധ കൺസെപ്റ്റുകൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കി പോകും. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് 560 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ അവിടെ 20% എന്തുണ്ടായി, ലോസ് ഉണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, 40% ലാഭം കിട്ടാൻ, അതായത് പ്രോഫിറ്റ് കിട്ടാൻ ഈ സാധനം തന്നെ എത്ര രൂപയ്ക്ക് എന്ത് ചെയ്യണം, വിൽക്കണം. ഇവിടെ എത്ര രൂപയ്ക്ക് എന്ത് ചെയ്യണം, രൂപയ്ക്ക് സെല് ചെയ്യണം, എത്ര രൂപയ്ക്ക് സെല് ചെയ്യണം. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചാപ്റ്ററിൽ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ ഈ ടൈപ്പിനെ എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മുടെ ഫ്രാക്ഷൻ മെത്തേഡ് ഒന്നുമില്ല, കോസ്റ്റ് പ്രൈസ് 20% ലോസിന് ഒരു സാധനം വിറ്റു എന്ന് പറഞ്ഞാൽ 20% ലോസിന് ഒരു സാധനം വിറ്റു എന്ന് പറഞ്ഞാൽ അതെന്താണ്, 80% ഓഫ് അതിൻ്റെ കോസ്റ്റ് പ്രൈസിനാണ് വിറ്റത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരും പറഞ്ഞതാണ്. അപ്പോൾ 140% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോസ്റ്റ് പ്രൈസിൻ്റെ 40% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോസ്റ്റ് പ്രൈസിൻ്റെ 140%-നായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് വിൽക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും മുമ്പത്തെ 2 ക്ലാസ് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അത് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ 140% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് 40% വിൽക്കുമ്പോൾ, പ്രോഫിറ്റിൽ വിൽക്കുമ്പോൾ നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ, ഈ ക്വസ്റ്റിനെ എങ്ങനെ നമുക്ക് മാറ്റാം, നമുക്ക് ക്വസ്റ്റിനകത്ത് ഇങ്ങനെ ആയിരിക്കും തരുന്നത്. ഞാനൊരു ഷോർട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യനിൽ നിന്നും എടുത്ത ഡേറ്റ എഴുതിയതാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത്, 80% ഓഫ് കോസ്റ്റ് പ്രൈസിൻ്റെ വാല്യൂ അറിയാം, 560 രൂപ. നമുക്ക് എന്ത് വേണം, 140% ഓഫ് കോസ്റ്റ് പ്രൈസ്. അതാണ് എന്ത്, 40% പ്രോഫിറ്റിൽ വിൽക്കുമ്പോഴുള്ള സെല്ലിംഗ് പ്രൈസിൻ്റെ വാല്യൂ. അപ്പോൾ എത്ര കിട്ടുന്നത്, ഡയറക്റ്റ് 7 × 14 980. ഓക്കെ, അപ്പോൾ 980 രൂപയ്ക്ക് ആ സാധനം വിറ്റ് കഴിഞ്ഞാൽ എന്ത് കിട്ടും, അവിടെ 20% ലോസിൽ 560 രൂപയ്ക്ക് വിറ്റ സാധനം 980 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ എന്ത് കിട്ടും, 40% എന്ത് കിട്ടും, ലാഭം കിട്ടും. ഇതാണ് കൺസെപ്റ്റ്, ഇതാണ് ഫൈനൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇപ്പോൾ പേരൊന്നും പഠിക്കേണ്ട, ഞാൻ എന്ത് ചെയ്യാണ്, ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. ഈ കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ഞാനൊന്ന് എഴുതാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാനതിലെ ഡേറ്റ മാത്രമേ എഴുതുന്നുള്ളൂ, ഞാൻ അത്ര നീറ്റ് വലിച്ച് എഴുതുന്നില്ല. ഒരു ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് 355 പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ചെയ്തപ്പോൾ എത്രയാണ് പറയുന്നത്, ഈ 355 വിറ്റപ്പോൾ ലോസ് 29% എന്നാണ് പറഞ്ഞത്. അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ഇറ്റ് ബി സോൾഡ്. ഇപ്പം ന്യൂ സെല്ലിംഗ് പ്രൈസ് വേണം ടു ഗെയിൻ എത്രയാണ്, ടു ഗെയിൻ 31% പ്രോഫിറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, SSC CGL മെയിൻസ് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ചെയ്യുന്നത്, ഇപ്പോൾ പഠിച്ച കൺസെപ്റ്റ് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, സ്പീഡ് ഞാൻ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്, എൻ്റെ ക്ലാസ് എടുക്കുന്നതിൻ്റെ സ്പീഡ് ഞാൻ ഒരുപാട് കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പീഡ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. ബാക്കി മുമ്പേ ഉള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം, എല്ലാ ക്ലാസ്സുകളും കണ്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ 355 രൂപയ്ക്ക് വിറ്റപ്പോൾ ലോസ് സംഭവിച്ചു 29%. ഒരു സാധനം 29% നഷ്ടത്തിലാണ്. ഈ ശതമാനം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ്, ബേസ് എന്താണ്, നമ്മുടെ കോസ്റ്റ് പ്രൈസ് ആണ്. 100% എന്ന് പറഞ്ഞാൽ 100/100 ആണ്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1/100 ആണ്. എന്ന് പറഞ്ഞാൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു എഫക്റ്റേ ഉള്ളൂ. അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ 29% കുറച്ചാണ് എന്ത് ചെയ്തത്, വിറ്റപ്പോഴാണ് അവിടെ എന്ത് സംഭവിച്ചത്, നഷ്ടം ഉണ്ടായത്, അതായത് ലോസ് ഉണ്ടായത്. അപ്പം 100-ൽ നിന്ന് 29 കുറച്ചാൽ എത്രയാണ്, 71. അപ്പോൾ 71% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് തന്നേക്കുന്നത്. ഞാൻ എഴുതണ്ടല്ലോ പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് എന്ന് എഴുതേണ്ട കാര്യമില്ല. 71% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് 355. നമുക്ക് എന്ത് വേണം, 31% പ്രോഫിറ്റ് കിട്ടാൻ എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ആണ് വേണ്ടത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 31%-ലാണ് ഒരു സാധനം വിൽക്കുന്നതെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനമായിരിക്കും, 100%-ലാണ് കോസ്റ്റ് പ്രൈസിൻ്റെ 100%-ലാണ് വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും സെയിം ആണ്. ഇവിടെ 31% എന്ത് കിട്ടുവാണ്, ലാഭം കിട്ടുവാണ്. 31% ലാഭം കിട്ടുമ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ എത്രന് വിൽക്കണം, 131. 100 + 31 ഇത്രയും പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് ഇവിടെയുണ്ട്, പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് ഇവിടെയുണ്ട്. അത് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ 71-ൻ്റെ വാല്യൂ ആണ് തന്നേക്കുന്നത് 355. 21 × 5 ആണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവാത്തൊരു
ഡെയിലി എക്സസൈസ് ചെയ്യുന്നില്ല, മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി 131 ഗുണം 5 എന്ന് പറയുമ്പം 650 5 655 രൂപയ്ക്ക് വിറ്റാൽ എന്ത് കിട്ടും? 31% പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ കൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. നിങ്ങൾ കൺസെപ്റ്റുകളെല്ലാം മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക? എനിക്ക് കമൻറ്റിൽ നിങ്ങൾ പറയുക കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ. ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് സെയിം ടൈപ്പ്. ഇതും എന്താണ്? മെയിൻസിലെ ക്വസ്റ്റ്യൻ ആണ്. 3 ഫെബ്രുവരി 2020 ചോദ്യമാണ്. സെല്ലിംഗ് പ്രൈസ് 2200 രൂപ. അങ്ങനെ ആവുമ്പോൾ പറയുന്നത് ഇവിടെ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് 10% പ്രോഫിറ്റ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പം 2200 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അവർ പറയുന്നു 10% പ്രോഫിറ്റ് എന്ത് സംഭവിച്ചു? ഉണ്ടായി. ഇഫ് ദ സെയിം ആർട്ടിക്കിൾ ഈ സോൾഡ് ഫോർ, ഇഫ് ദ സെയിം ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് സെയിം ആണ്. സെയിം ആർട്ടിക്കിൾ ഈസ് സോൾഡ് ഫോർ 2600, then what will be the, then question ഇതാണ്, then what will be the gain percentage. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ 2200 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസിനെ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ എഴുതുന്നത്? ഇതാണ് ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്. 2200 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% എന്ത് കിട്ടി? ലാഭം കിട്ടി. അപ്പോൾ ലാഭവും നഷ്ടവും കണക്കാക്കുന്ന എന്തിലാണ്? ഡിഫോൾട്ടായിട്ട് കോസ്റ്റ് പ്രൈസിലാണ്. 10% ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ 100% കോസ്റ്റ് പ്രൈസ് ആണ് ഓൾറെഡി ഉള്ളത്. അതിൻ്റെ കൂടെ 10% കൂടി കിട്ടിയിട്ട് എന്തായി? 110% ഓഫ് കോസ്റ്റ് പ്രൈസിൻ്റെ വാല്യൂ ആണ് തന്നേക്കുന്നത് 2200 രൂപ. 100% കോസ്റ്റ് പ്രൈസ്. ഇതിന് വളരെ എളുപ്പവഴികളുണ്ട്. നമ്മുടെ ഇതെന്താണ്? നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മിഷൻ CGL-ലുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്രാഷ് കോഴ്സൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഇത് പേന പോലും എടുക്കാതെ ചെയ്യുന്നതെന്ന് അത് നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ കാണാം. ഓക്കെ, എല്ലാ മെത്തേഡും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിങ്ങൾ പഠിക്കേണ്ട. അപ്പോൾ ടൈമുണ്ട്, എക്സാമിൻ്റെ ടൈമുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൺസെപ്റ്റുകൾ പഠിക്കണം. അതുകൊണ്ടാണ് എഴുതുന്നത്. ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ബേസിക് അറിഞ്ഞിട്ട് മാത്രമേ ഷോർട്ട് കട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എക്സാമിന്. പക്ഷേ എക്സാം മെത്തേഡ്സിൽ പോകുന്നതിന് മുമ്പേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇതിനകത്ത് നിന്ന് 110 ഗുണം 2 ആണ്. അതായത് 2000 രൂപയാണ്. പെർസെൻറ്റേജ് അറിയാവുന്നവർക്ക് ഇതൊന്നുമില്ല. 2000 രൂപയുടെ 10% കൂടിയിട്ടാണ് 200 കൂടിയാണ് 2200 വന്നത്. അപ്പോൾ ഈ 2000 രൂപ കോസ്റ്റ് പ്രൈസ് ഉള്ള സാധനം, ക്വസ്റ്റ്യൻ അതാണോ? ഈ സാധനം 2600 രൂപയ്ക്ക് വിറ്റു. എന്നാൽ ഗെയിൻ പെർസെൻറ്റേജ് 2000 രൂപയുടെ സാധനം 2600 വിൽക്കുമ്പോൾ എത്രയാണ് ലാഭം കിട്ടുന്നത്? 600 രൂപ ലാഭം കിട്ടും. ഈ 600 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ് 2000-ൻ്റെ? സൂക്ഷിച്ച് നോക്കേ. വെറുതെ 600 ഡിവൈഡഡ് ബൈ 2000 ഇൻറ്റു 100 ഒക്കെ എഴുതണോ? ഈ 2000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 200 ആണ് അല്ലേ? നോക്കേ, 2000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 10/100. അതൊക്കെ പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 10% 200 ആണ്. ഈ 200 ഗുണം 3 അല്ലേ നമ്മുടെ 600 എന്ന് പറയുന്നത്. അപ്പം ഈ ടേബിളൊക്കെ നല്ല രീതിയിൽ അറിയാമെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് പെട്ടെന്ന് പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. അതിന് ടേബിൾ അറിയാതെ വേറൊരു വഴിയില്ല. പിന്നെ മാത്സ് പാടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ 600 എന്ന് പറഞ്ഞാൽ എന്താണ്? 200 ഗുണം 3 ആണ്. 200 എന്ന് പറഞ്ഞാൽ 2000-ൻ്റെ 10% അങ്ങനെയാണെങ്കിൽ 600 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് ലാഭം വരുന്നത്? 30% ലാഭം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കൺസെപ്റ്റ് എല്ലാം നല്ല ക്ലിയർ ആവുന്നുണ്ട്, മൈൻഡിൽ നല്ല രീതിയിൽ ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആദ്യം തൊട്ട് ക്ലാസ്സുകൾ പിന്നെയും കാണുക. അപ്പം ഓരോ തവണ കാണുമ്പോഴും നിങ്ങൾക്ക് പുതിയ കൺസെപ്റ്റുകൾ എന്ത് ചെയ്യും? ക്ലിയറായി വരും. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കുക. ഓക്കെ, അതിനുവേണ്ടിയാണ് ഈ ക്ലാസ്സുകൾ ഇത്രയും ക്വാളിറ്റി ക്ലാസ്സുകൾ തരുന്നത്. ബാക്കിയുള്ള ചാനലൊക്കെ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. മലയാളം ചാനൽ നോക്കിയാൽ അറിയാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ചെയ്യിപ്പിക്കത്തുള്ളൂ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മാത്സിൻ്റെ ക്ലാസ്സുകൾ എടുത്ത് നോക്കിയാൽ മതി. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസും നമ്മുടെ മാത്സ് ക്ലാസ്സിൽ നമ്മുടെ ദിശ അക്കാഡമിയുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. ഇനി ചെയ്യുകയും ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് അല്ല. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഒരിക്കലും ഡിഫിക്കൽട്ട് അല്ല. കാൽക്കുലേഷൻ ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ എല്ലാ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം? പഠിക്കണം. ഈസി ക്വസ്റ്റ്യൻ മാത്രമല്ല പഠിക്കേണ്ടത്. ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ അറ്റ് 9/11 ഓഫ് ഇറ്റ് സെല്ലിംഗ് പ്രൈസ്, അനിൽ ഇൻക്വേഴ്സ് എ ലോസ് ഓഫ് 20%. ലോസ് ഓഫ് 20% എന്ന് കണ്ടാൽ അവിടെ ആ സാധനത്തിൻ്റെ 80%-ത്തിലാണ് വിൽക്കുന്നത്. 80% ഓഫ് കോസ്റ്റിലാണ് ആ സാധനം വിൽക്കുന്നത് എന്ന് മനസ്സിലായാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻസ് വേഗത്തിൽ ചെയ്യാൻ പറ്റൂ. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് ഹി സെൽസ് ദ ആർട്ടിക്കിൾ അറ്റ് 80% ഓഫ് ഇറ്റ്സ് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ്,
ദെൻ വാട്ട് ഈസ് ദ ലോസ് പെർസെൻറ്റേജ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ചെയ്ത് നോക്കിയവർ ഉണ്ടെന്ന് എനിക്കറിയാം. ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ഐഡിയ കാണും എന്തായിരിക്കണം ചെയ്യേണ്ടതെന്ന്. ഈ മെത്തേഡ് ഒന്ന് നോക്കിയേ, ഞാൻ പറയുന്ന മെത്തേഡ് നോക്കിയേ, എത്ര ക്ലിയർ ആയിട്ട് എത്ര ഈസി ആയിട്ട് ചെയ്യാമെന്ന് നോക്കിയേ. വാട്ട് ഈസ് എ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്ത് വേണം? നമുക്ക് കോസ്റ്റ് പ്രൈസുമായിട്ടുള്ള ബന്ധം വേണം. കോസ്റ്റ് പ്രൈസുമായിട്ട് അവനുള്ള ബന്ധം, സെല്ലിംഗ് പ്രൈസിനുള്ള ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? കോസ്റ്റ് പ്രൈസിൽ നിന്ന് ഇത്ര 100% കോസ്റ്റ് പ്രൈസ്, അതായത് ഇത്ര കുറവാണെന്ന് പറഞ്ഞാൽ 20% കുറച്ചാണെന്ന് പറഞ്ഞാൽ 20% നഷ്ടമാണ്, 10% കൂടുതലാണെന്ന് പറഞ്ഞാൽ 10% ലാഭമാണ്. പക്ഷെ നമുക്ക് എന്ത് വേണം? കോസ്റ്റ് പ്രൈസുമായിട്ടുള്ള ഈ സെല്ലിംഗ് പ്രൈസ്, ആക്ച്വൽ സെല്ലിംഗ് പ്രൈസിൻ്റെ 80% എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസുമായിട്ടുള്ള എന്ത് വേണം? ബന്ധം വേണം. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ അറ്റ് 9/11 9/11 ഓഫ് ഇറ്റ് സെല്ലിംഗ് പ്രൈസ്. വേറെ രീതിയിലും ചെയ്യാം. 11 സെല്ലിംഗ് പ്രൈസ് എടുക്കാം, 9 വിൽക്കുന്നു, അപ്പോൾ 2 ലോസ്, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം 9/11 ഓഫ് സെല്ലിംഗ് പ്രൈസിന് വിൽക്കുമ്പോൾ ലോസ് ഓഫ് 20% എന്ന് പറഞ്ഞാൽ, ലോസ് ഓഫ് 20% എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്? കോസ്റ്റ് പ്രൈസിൻ്റെ, എന്തുകൊണ്ടാണ് കോസ്റ്റ് പ്രൈസിലോട്ട് വരുന്നത്? നമുക്ക് ലോസ് പെർസെൻറ്റേജാണ് വേണ്ടുന്നത്. കോസ്റ്റ് പ്രൈസിൻ്റെ 80% ആണ് എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത്. 9/11 ഓഫ് സെല്ലിംഗ് പ്രൈസ് ആണ് 80% ഓഫ് കോസ്റ്റ് പ്രൈസ്. അത് നമ്മൾ എവിടെയാണ് എഴുതിയത്? ഫസ്റ്റ് ലൈനിൽ നിന്നാണ് എഴുതിയത്. ഇത്രയും വരെ ഓക്കെ ആണേ. ഇഫ് ഹി സെൽസ് ദ ആർട്ടിക്കിൾ അറ്റ് 80% ഓഫ് ഇറ്റ്സ് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ്. ഇപ്പോൾ 80% എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അടുത്ത ഈ ലൈൻ എഴുതുവാണ്. ഈ സാധനത്തെ 80% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ വാല്യൂ എത്രയാണ്? 4/5 ആണ്. അപ്പോൾ 4/5 ഓഫ് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ്, 4/5 ഓഫ് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ്, അത് SP ആണ്. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കോസ്റ്റ് പ്രൈസിൻ്റെ ഇവിടെ കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഇത് യൂണിറ്ററി മെത്തേഡാണ്. ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡ് നോക്കി, നിങ്ങൾ ഇതുവരെ ചെയ്താത്ത ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്തുണ്ട്? SP ഉണ്ട്, ഇവിടെയും SP ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. അവിടെ ഒന്നും ചേഞ്ച് ഇല്ല. ചേഞ്ച് വന്ന എന്താ? ഇവിടെ 9 എന്തായി? 4/5 ആയി. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് എഴുതി കാണിക്കാം. ഡയറക്റ്റ് എഴുതാം. ഡയറക്റ്റ് എനിക്ക് ഇവിടെ 80% CP ഉണ്ട്. 80 ഗുണം 4/9 ഗുണം 11/5. എനിക്ക് ഡയറക്റ്റ് എഴുതാം. എങ്ങനെ എഴുതുന്നത്? 9/11 എന്തായി? 4/5 ആയി. അപ്പോൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 9 മാറി 4 വരണം. അപ്പം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റൂ? 4/9 കൊണ്ട് എന്തായാലും ഒരു വേറൊരു കളർ കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ ആദ്യം കാണുമ്പോൾ ഈ മെത്തേഡൊക്കെ ഭയങ്കര പാടായിട്ടൊക്കെ തോന്നും. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം മെത്തേഡ് ആയി കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നുമില്ല. ബാക്കിയുള്ളവരെക്കായും എന്ത് ചെയ്യണം? ബാക്കിയുള്ളവരെക്കായും മുന്നിൽ കടക്കണം, വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇതാണ് ആ കാര്യം. അല്ലാതെ ആരും ഇത് കുറേ പേര് പറയും എങ്ങനെ ചെയ്യണം എന്നൊക്കെ, പക്ഷെ ആരും ഇത് പറഞ്ഞു തരാറില്ല. അപ്പോൾ 9/11 4/5 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 9നെ കളയാൻ വേണ്ടി അടിയിൽ 9 വരണം, ഡിനോമിനേറ്ററിൽ ഒരു 4 മേൽ വരണം. പിന്നെ ഇവിടെ 5 വരണം. 5 വരണമെങ്കിൽ താഴെ 5 വേണം, ഈ 11 പോവുകയും വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? 11 മേളിൽ വരണം. അതായത് 44/45 44/45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ഓഫ് CP. ഓക്കെ, ഇവിടെ കാണാൻ പറ്റത്തില്ലെങ്കിലും കുഴപ്പമില്ല, പെർസെൻറ്റേജ് ഓഫ് CP എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടും? 4/5 ഓഫ് SP-യിൽ ഇത് എത്ര കിട്ടും നമുക്ക്? ഈ 5 കൊണ്ട് ഇതിനെ വെട്ടുമ്പോൾ 16, വേറെ ഒന്നുമില്ലല്ലോ. 16 4 64, 64 ഗുണം 11, 64 ഗുണം 11 എന്നൊക്കെ ഞാൻ മൈൻഡ് ചെയ്യട്ടെ. 64 640 64. ഓക്കെ, 704. അപ്പോൾ 704 ഡിവൈഡഡ് ബൈ 9 പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ്. ഇത് കാൽക്കുലേഷനാണ് ചെയ്യേണ്ടി വരും. ഓക്കെ, ചെയ്യേണ്ടി വരും, നമുക്ക് ചെയ്യാം. 704/9 എത്ര കിട്ടും? 704/9 എന്ന് പറയുമ്പോൾ 70/9 എന്ന് പറയുമ്പം 7 വട്ടം 63, ബാക്കി 7. 74-നകത്ത് 9 എത്ര വട്ടം? 74-നകത്ത് 9 8 വട്ടം 78 പോയിൻറ്റ് സംതിങ് എന്ന് വരും. 78 പോയിൻറ്റ് സംതിങ്. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 21 പോയിൻറ്റ് സംതിങ്. അപ്പോൾ അതെങ്ങനെ ആൻസർ കിട്ടിയെന്ന് പറയാം. ഇതുവരെ മനസ്സിലായവർ കാണും, മനസ്സിലാവാത്തവരും കാണും. 78 പോയിൻറ്റ്, ഒരു പോയിൻ്റ് കൂടെ കണ്ടുപിടിക്കാം കേട്ടോ. ബാക്കി 20 പോയിൻ്റ് ഇട്ടു. 20/9 2. 78.2% ഓഫ് CP എന്ന് കിട്ടി. ഇതിൻ്റെ അർത്ഥം എന്താ? 4/5 ഓഫ് സെല്ലിംഗ് പ്രൈസിൽ വിൽക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? കോസ്റ്റ് പ്രൈസിൻ്റെ 78.2% ആണ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? 100% ആയിരുന്നെങ്കിൽ 100% ഓഫ് കോസ്റ്റ് പ്രൈസിൽ ലാഭമില്ല, നഷ്ടമില്ല. അപ്പോൾ അത് 78.2% ആയി. എത്രയാണ് വ്യത്യാസം വരുന്നത്? 20, 21 അല്ലേ? 21.8 അല്ലേ? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 21.8. ഏകദേശം 21.8. അതിൻ്റെ അടുത്ത് വരുന്ന ഏതുണ്ട്? 2 സംതിങ് ഉണ്ട്. 0.2 അവസാനിക്കത്തില്ല, കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ 21.8. ഏകദേശം ഈ ഒരു 21.7 ആ റേഞ്ചിൽ വരുന്ന ആൻസർ ആയിരിക്കും. ഇത് ഏകദേശം 21.8 ആൻസർ ഏതുണ്ട്? ഓപ്ഷൻ ടി.
ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ ഇത് ഇങ്ങോട്ടാവാൻ വേണ്ടി ഞാൻ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, 44/45. അപ്പോൾ അതെങ്ങനെ വന്നതെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു മെത്തേഡ്സൊക്കെ നിങ്ങൾക്ക് എന്താണ്, ഇതൊക്കെ ഗോൾഡൻ മെത്തേഡ്സ് ആണ്. ഇതൊന്നും എല്ലാവരും ആദ്യം പഠിക്കുന്ന മെത്തേഡ്സ് അല്ല. പക്ഷേ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് കൺസെപ്റ്റും പഠിക്കണം, ക്വസ്റ്റ്യൻസ് ചെയ്യാനും പഠിക്കണം. ഇതിൻ്റെ എല്ലാം ക്ലാസ് നോട്ട് ഞാൻ എന്ത് ചെയ്യാം, ടെലിഗ്രാം ചാനലിൽ ക്ലാസ്സുകൾ തീരുമ്പോൾ ഒരു ക്ലാസ് കൂടെ പെർസെൻറ്റേജിന് പ്രോഫിറ്റ് ആൻഡ് ലോസിനുണ്ട്. അപ്പോൾ അതുകൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യാം, ഞാൻ ക്ലാസ് നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. 2 വട്ടം കണ്ടാൽ സെറ്റാവും. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് 2 വട്ടം ക്ലാസ് കണ്ടാൽ മതി. ഓക്കെ ആയിക്കോളും. ഓക്കെ, അടുത്ത ദിവസം ചെയ്യാം. എളുപ്പമാണല്ലോ ക്വസ്റ്റ്യൻസ് എല്ലാം, എളുപ്പമാണ്. ഇപ്പോൾ കൺസെപ്റ്റ് അറിയാവുന്നതുകൊണ്ട് ക്വസ്റ്റ്യൻസിൽ എന്താണ് എളുപ്പം ആണ്. ഓക്കെ ഓക്കെ, അടുത്ത ഒരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കാം. ഇപ്പം നമ്മൾ എന്താ പഠിച്ചത്, ഇപ്പം നമ്മൾ സെല്ലിംഗ് പ്രൈസിൻ്റെ റിലേഷൻ പഠിച്ചു. ഓക്കെ ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A vegetable vendor sold 1 kilogram of potatoes for ₹25 and earned 25% profit. In the evening, he started selling potatoes with only 10% profit. At what cost per kilogram did he sell the potatoes in the evening? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ നോക്കേണ്ടത് 10% പ്രോഫിറ്റിന് വിറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ 110% വിറ്റുന്ന. നേരത്തെ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു. 110% എന്ന് പറഞ്ഞാൽ എന്തുണ്ട്, 11/10 ആണ്. 110/100 ആണ്. 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ ഡി, 11ൻ്റെ മൾട്ടിപ്പിൾ. ഇത് പേന പോലും എടുക്കണ്ട, ഒന്നും ചെയ്യണ്ട, 11ൻ്റെ മൾട്ടിപ്പിൾ. ഇനി ഇത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയട്ടെ. കഴിഞ്ഞു. എക്സാമിന് ചെയ്യേണ്ട വഴി ഇതാണ്. പക്ഷേ നിങ്ങൾക്ക് ബേസിക് അറിയണം. രണ്ട് മൾട്ടിപ്പിൾ വന്നാലോ, 11ൻ്റെ 2 മൾട്ടിപ്പിൾ വന്നാൽ എന്ത് ചെയ്യും. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വന്നിട്ടുള്ളത് CGL പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് മൾട്ടിപ്പിൾ നോക്കി ചെയ്യുന്നവർക്ക് അവിടെ എന്താണ്, ഒരു സമയം പോകാതെ 2 സെക്കൻഡിൽ 2 മാർക്ക്. ആലോചിച്ച് നോക്ക്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയണം. കാര്യം 2-3 ഓപ്ഷൻ ചിലപ്പം എന്ത് വരാം, 11ൻ്റെ മൾട്ടിപ്പിൾ വരാം. 1 കിലോ പൊട്ടറ്റോ 25 രൂപയ്ക്ക് വാങ്ങിയപ്പോൾ 25% പ്രോഫിറ്റ് കിട്ടി. അത് 1 കിലോ പൊട്ടറ്റോ ആണ് നമുക്ക് വിറ്റത് ആദ്യം. രണ്ടാമത് എന്ത് ചെയ്യുക, നമുക്ക് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ കോസ്റ്റ് പെർ കിലോഗ്രാം. അതായത് 1 കിലോയുടെ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ അവിടെ ചെയ്യേണ്ടത് നോക്ക്. 25% പ്രോഫിറ്റ് വിറ്റു എന്ന് പറയുമ്പോൾ ആ പൊട്ടറ്റോയുടെ 1 കിലോ പൊട്ടറ്റോയുടെ 125% ഓഫ് കോസ്റ്റ് പ്രൈസ്, 125% ഓഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് ഒരു പൊട്ടറ്റോ. അതാണ് എത്ര തന്നേക്കുന്നത്, 25 എന്ന് തന്നേക്കുന്നത്, 25 രൂപ എന്ന് തന്നേക്കുന്നത്. നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്, 10% പ്രോഫിറ്റിന് വിൽക്കുമ്പോൾ എത്ര രൂപയ്ക്കായിരിക്കണം വിൽക്കേണ്ടത്. 10% പ്രോഫിറ്റിനാണ് വിൽക്കേണ്ടതെങ്കിൽ എന്താ ചെയ്യുന്നത്, 110% ഓഫ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. അപ്പം 125% ഓഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് 1 കിലോഗ്രാം പൊട്ടറ്റോ ആണ് 25 രൂപ. നമുക്ക് എന്ത് വേണം, 110% ഓഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് 1 കിലോഗ്രാം പൊട്ടറ്റോ. എത്ര കിട്ടും, ഡയറക്റ്റ് 25 125 കൂടെ വെട്ടി 5, 110/5 എന്ന് പറയുമ്പം പെർസെൻറ്റേജ് സി പിയും പോയി 22 രൂപ. 22 രൂപ വിറ്റ് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, അയാൾക്ക് 10% എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ, ഈ ക്വസ്റ്റ്യൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. അതൊക്കെ ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടാവുന്നേ ഉള്ളൂ. വേണ്ടുന്നവർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ CGLൻ്റെയൊക്കെ ഷിഫ്റ്റ് വൈസ് സൊല്യൂഷൻ നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര പേര് അത് കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരു വട്ടം ഒരു 2 ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വേണ്ട ഒരു 3ാമത്തെ 4ാമത്തെ ക്ലാസ്സുകൾ 4, 5 തൊട്ടുള്ള ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ SSC CGL 2022 പ്രിലിംസിൻ്റെ ഫുൾ സൊല്യൂഷൻ, മാത്സിൻ്റെ ഷിഫ്റ്റ് വൈസ് സൊല്യൂഷൻ കിടപ്പുണ്ട്. ഷിഫ്റ്റ് വൈസ്. അപ്പോൾ നിങ്ങൾ എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ അതെടുത്ത് നോക്കുക, അതിലെ മെത്തേഡ്സ് ഒക്കെ നോക്കുക. 1ാമത്തെ 2ാമത്തെ നോക്കണ്ട, 3ാമത്തെ ക്ലാസ് തൊട്ട് കാണാം. ഓക്കെ, ഷിഫ്റ്റ് വൈസ് സൊല്യൂഷൻ. അപ്പോൾ ആ സൊല്യൂഷൻ കണ്ടാൽ അറിയാം നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമിന് ചെയ്യേണ്ടത്. ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ലാത്ത പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങളുടെ എക്സാമിനെ പറ്റിയുള്ള നിങ്ങളുടെ എക്സാം എഴുതുന്ന ആ ഒരു ഇത് തന്നെ മാറിപ്പോകും, മെത്തഡോളജി വരെ മാറിപ്പോകും. അതൊന്ന് കണ്ടു നോക്കുക കാണാത്തവർ. ക്വസ്റ്റ്യൻ നോക്ക്. ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് എ സെർട്ടൈൻ പ്രൈസ്. ഏത് പ്രൈസാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇഫ് ഇറ്റ് ഈസ് സോൾഡ് അറ്റ് 70% ഓഫ് ദിസ് പ്രൈസ്. അപ്പോൾ ഞാൻ ആ സെർട്ടൈൻ പ്രൈസിനെ ഞാൻ എന്ത് ചെയ്യുവാണ്, ഞാൻ ജസ്റ്റ് ഒരു വാല്യൂ y എന്ന് പറയുന്നൊരു വാല്യൂ കൊടുക്കണം. y എന്ന് പറഞ്ഞ വാല്യൂലാണ് വിറ്റത്. ഇഫ് ഇറ്റ് ഈസ് സോൾഡ് 70% ഓഫ് ദിസ് പ്രൈസ്. 70% എന്ന് പറഞ്ഞാൽ എത്ര, 70/100, അതായത് 7/10. അപ്പം 70% 7/10 ഓഫ് y. അപ്പം ഇങ്ങനെ വിറ്റിരുന്നെങ്കിൽ എന്താ പറയുന്നത്,
ദെൻ ദർ ഈസ് എ ലോസ് ഓഫ് 10%. ഇപ്പം എന്ത് ചെയ്യുവാണ്, നമുക്ക് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് വെൻ ഇറ്റ് ഈസ് സോൾഡ് അറ്റ് ദ ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് വേണ്ടത്. പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, കോസ്റ്റ് പ്രൈസുമായിട്ടുള്ള ബന്ധമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെഴുതണം ഇവിടെ എന്തെഴുതണം, 7/10 ഓഫ് വൈ, സെർട്ടൻ പ്രൈസിൻ്റെ 70% എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് 10%. ഇപ്പോൾ 10% ലോസ് സംഭവിച്ചാൽ എത്ര രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്, 90% ഓഫ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയെന്ന് വെച്ചാൽ എക്സ് കോസ്റ്റ് പ്രൈസും വൈ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സെല്ലിംഗ് പ്രൈസ്. എക്സിന് ഇവിടെ വലിയ റോളൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നുള്ളൂ. 90% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 90% എന്ന് എഴുതിയാൽ 9/10 എന്ന് എഴുതും. 9/10 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് പ്രൈസ് ആണ് അല്ലേ. 90% കിട്ടും, ലോസ് ഓഫ് 90%. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് വെൻ ഇറ്റ് ഈസ് സോൾഡ് അറ്റ് ദ ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും, നമുക്ക് y/x കണ്ടുപിടിക്കാം. അപ്പോൾ ഈ y/x എന്ന് പറഞ്ഞാൽ എന്തുവാ, y/x എന്ന് പറഞ്ഞാൽ എന്തുവാ, സെല്ലിംഗ് പ്രൈസ് ആണ് y, x എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആണ്. ഈ 10 പോയി എത്ര കിട്ടും, 9/9 y/x 9/7. ഇതിൻ്റെ അർത്ഥം എന്താ, ഇനിഷ്യൽ അല്ലേ, y എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇനിഷ്യൽ സെല്ലിംഗ് പ്രൈസ് 9 യൂണിറ്റ് അല്ലെങ്കിൽ 9 രൂപയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്ര രൂപയാണ്, 7 രൂപയാണ്. ചോദിച്ചേക്കുന്നത് എന്താ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് വെൻ ഇറ്റ് ഈസ് സോൾഡ് അറ്റ് ദ ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ്. ചിലപ്പോൾ ചോദിക്കും വാട്ട് ഈസ് ദ പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടെ നോക്കാം, പെർസെൻറ്റേജ് പ്രോഫിറ്റ് എത്ര കിട്ടുന്നത്, എത്ര യൂണിറ്റാണ്, 2 യൂണിറ്റാണ് കിട്ടുന്നത്. എത്രയിൽ, 7. അപ്പോൾ 2/7 ഇൻറ്റു 100 പെർസെൻറ്റേജ്, 200/7%. ഓപ്ഷൻ ബി നമുക്ക് കിട്ടും. ഇത് CGL 2021 20 ഏപ്രിൽ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് ചേഞ്ച് വരാൻ ചാൻസ് ഉള്ള എന്താണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാനിത്ര സിമ്പിളായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് നല്ല ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പഠിച്ചു പോകുമ്പോഴേ കൺസെപ്റ്റുകൾ കുറേ ഇക്വേഷനും അങ്ങനെയൊക്കെ ബുക്കിലൊക്കെ നോക്കി പഠിക്കുന്നവർക്ക് ഇത് എപ്പോഴും ഒരു പാടായിരിക്കും. പക്ഷേ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇനി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായിരിക്കും, നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. അങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ്, ക്ലാസ്സുകളാണ് ഞാൻ എന്ത് ചെയ്തത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ ക്വസ്റ്റിനകത്ത് ഒരു ചേഞ്ച് വരും. ക്വസ്റ്റിനകത്ത് അവർ ചേഞ്ച് ചോദിക്കുന്നത് എന്താണ്, വെൻ ഇറ്റ് ഈസ് സോൾഡ് അറ്റ് ദ ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ് വരും, വെൻ ഇറ്റ് ഈസ് സോൾഡ് അറ്റ് 60% ഓഫ് ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ്. അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യും, ഇതുവരെ ഈ സ്റ്റെപ്പ് വരെ സെയിം തന്നെ, y/x സെല്ലിംഗ് പ്രൈസിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചു. എന്ത് ചെയ്യണം, ഇതിനെ 900 എന്നാകണം. 9/7 എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ്. അപ്പം സെല്ലിംഗ് പ്രൈസ് 900 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്ര ആയിരിക്കും, 700 ആയിരിക്കും. 9000 ആണെങ്കിൽ 7000 ആയിരിക്കും. റേഷ്യോ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്തു 900 ആണ് ആദ്യത്തെ സെല്ലിംഗ് പ്രൈസ്, 700 ആണ് കോസ്റ്റ് പ്രൈസ്. ഇതിൻ്റെ 60% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 90 × 6, 10% 90 ആണ്. 90 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 540. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഇവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. 540 വിൽക്കുമ്പോഴുള്ള ലോസ്. അപ്പോൾ അതെന്ത് ചെയ്യണം, ഇവിടുന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ അവിടെ എഴുതുന്നില്ല, നിങ്ങൾ നോട്ട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഡൗട്ട് വരും. ഓക്കെ, ക്ലാസ് കാണുന്നവർക്കുള്ളൊരു ബോണസ് പോയിന്റ് ആണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി കിട്ടി. ഇനി ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ വളരെ എളുപ്പത്തിൽ ഒരു ഡൗട്ടും ഇല്ലാതെ എന്ത് ചെയ്യണം, നിങ്ങൾ ആൻസർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും പറയണം. അത് മാത്രമാണ് നിങ്ങൾ തിരിച്ച് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്ക്. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 26 articles is same as the selling price of k articles. If the profit is 30%, the value of k. Kയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. വേഗം ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ വെച്ചിരിക്കുന്നത്, കോസ്റ്റ് പ്രൈസ് ഓഫ് 26 ആർട്ടിക്കിൾസ്. ഇപ്പം 26 ആർട്ടിക്കിൾസിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് ഓഫ് 26 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് CP ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് എത്രയാണ്, K ആർട്ടിക്കിൾ, K ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഇവിടെ, സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ്. അതല്ലെങ്കിൽ പ്രോഫിറ്റ് എഴുതാൻ എളുപ്പം, എങ്ങനെ വേണമെങ്കിലും എഴുതിയാൽ മതി. ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചു. എന്ത് കിട്ടി, കോസ്റ്റ് പ്രൈസ് താഴെ വന്നു, 26 മേളിലുണ്ട്, 26/K എന്ന് കിട്ടി. അതാണ് സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ്. ഇതേ സ്ഥലത്താണ് തന്നിരിക്കുന്നത് എന്ത്, പ്രോഫിറ്റ് 30%. ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ പ്രോഫിറ്റ് 30% ആയിക്കഴിഞ്ഞാൽ 3/10 ആണ് 30% എന്ന് പറഞ്ഞാൽ 10 കോസ്റ്റ് പ്രൈസ് എങ്കിൽ 3 പ്രോഫിറ്റ്. അപ്പം കോസ്റ്റ് പ്രൈസ് താഴെ എഴുതുന്നത് 10 കോസ്റ്റ് പ്രൈസ് എങ്കിൽ 3 പ്രോഫിറ്റോട് കൂട്ടി സെല്ലിംഗ് പ്രൈസ് എത്ര, സെല്ലിംഗ് പ്രൈസ് അല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്, 10 3 പ്രോഫിറ്റ് കൂട്ടി എത്ര ആയി ഇവിടെ, 13 ആയി. അപ്പോൾ ഇതേ റേഷ്യോ തന്നെയാണ്, 13/10 ആയിരിക്കും എന്ത്, 30% ലാഭത്തിന് ഒരു സാധനം വിൽക്കുമ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെയും റേഷ്യോ എന്ന് പറയും. പിന്നെ അത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം, K കണ്ടുപിടിച്ചൂടെ. ഈസി ക്വസ്റ്റ്യൻസ് ആണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചിന്തിച്ച് വേറെ വഴിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താവും, കോംപ്ലിക്കേറ്റഡ് ആവും. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. എന്ത് ചെയ്യാം, 13 ഇത് 2 വട്ടം, കെ എന്ന് പറഞ്ഞാൽ 10 ഗുണം 2 20 എന്ന് ആൻസർ കിട്ടും. നമ്മൾ എന്ത് ചെയ്യും, 20 എന്നുള്ള ആൻസർ മാർക്ക് ചെയ്തിട്ട് പോകും. നിങ്ങൾക്ക് മെത്തേഡ്സ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടോ? നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ഈസി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തൊരു കൺസെപ്റ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം കോസ്റ്റ് പ്രൈസ്, സെയിം കോസ്റ്റ് പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെയിം കോസ്റ്റ് പ്രൈസ്. ഇപ്പം നോക്ക്, രണ്ട് സാധനത്തിന് സെയിം കോസ്റ്റ് പ്രൈസ് ആണ്, അതായത് അവർക്ക് വാങ്ങിയ വില എത്രയാണ്, സെയിം ആണ്. ഫസ്റ്റ് സാധനം എ എന്ന് പറയുന്ന സാധനമാണ്, രണ്ടാം സാധനം ബി എന്ന് പറയുന്ന സാധനമാണ്. ഫസ്റ്റ് സാധനം എന്ത് ചെയ്തു, 20% പ്രോഫിറ്റിനാണ് വിറ്റത്. പ്രോഫിറ്റ് ഓക്കെ, 20% പ്രോഫിറ്റിനാണ് വിറ്റത്. രണ്ടാമത്തെ സാധനം എന്താണ്, 10% ലോസിനാണ് വിറ്റത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കൺസെപ്റ്റ് എന്താണ്, സെയിം കോസ്റ്റ് പ്രൈസ് ഉള്ള രണ്ട് ഐറ്റംസ്, സെയിം കോസ്റ്റ് പ്രൈസ് ഉള്ള രണ്ട് ഐറ്റംസ് എയും ബിയും. ഫസ്റ്റ് സാധനം 20% പ്രോഫിറ്റിനും രണ്ടാമത്തെ സാധനം 10% ലോസിനും വിറ്റു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ടോട്ടൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓർ ലോസ് പെർസെൻറ്റേജ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ്. അപ്പോൾ ഇത് കുറേ പേര് ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും A+B+AB/100 കണ്ടുപിടിച്ചിട്ട് ചെയ്യാമെന്ന്. അതെന്തിനുള്ളതാണ്, സക്സസീവിനുള്ളതാണ്. അത് ഇവിടെ ഉള്ളതല്ല. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും, ഇതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും, എന്ത് ചെയ്താൽ മതി, കോസ്റ്റ് പ്രൈസ് സെയിം കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, വെയ്റ്റഡ് ആവറേജ്. അപ്പോൾ ഞാൻ ആവറേജിൻ്റെ ക്ലാസ്സിൽ അത് ഞാൻ പഠിപ്പിക്കാം. വെയ്റ്റഡ് ആവറേജ് നിങ്ങൾ കണ്ട് എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ CGL 2023 എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റ് എല്ലാം നോക്കണം. അതിൽ മിക്സഡ് അലിഗേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ 3 മണിക്കൂറിൻ്റെ വീഡിയോ. അപ്പോൾ അത് ഫുൾ കൺസെപ്റ്റും ഫുൾ ക്വസ്റ്റ്യനും എല്ലാം അതിലുണ്ട്. മിക്സഡ് അലിഗേഷൻ നിങ്ങൾ വേറെ എവിടെ പോയി നോക്കിയാലും അത്രയും കിട്ടത്തില്ല, ഞാൻ ഉറപ്പ് തരാം. ഹിന്ദിയിലല്ല, എവിടെ പോയി നോക്കിയാലും അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കമ്പൈലേഷനാണ്. ആ 3 മണിക്കൂറിൻ്റെ ക്ലാസ് നിങ്ങൾ മിക്സഡ് അലിഗേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അതിന് പുറത്തുനിന്ന് വരില്ല. അപ്പോൾ അത് മസ്റ്റായിട്ടും കാണാം. അതിനകത്ത് ഞാൻ ഈ വെയ്റ്റഡ് ആവറേജ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെയ്റ്റഡ് ആവറേജ് അറിയുന്ന ഒരാൾക്ക് ഇതൊന്നുമില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ 1:1 വരും സെയിം കോസ്റ്റ് പ്രൈസ് ആകുമ്പോൾ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, രണ്ടെണ്ണം ആണെങ്കിൽ അതിൻ്റെ ആവറേജ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, 20 ലോസ് ആകുമ്പോൾ നമ്മൾ മൈനസ് കൊടുക്കണം. 20 - 10 ഡിവൈഡഡ് ബൈ 2 ആയിട്ട് ബൈ 2. ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പർ. 10/2 5% ആണ് എന്തെന്ന് പറയുന്നത്, ഓവറോൾ ലോസ്. അപ്പോൾ ഇനി ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എന്ത് ചെയ്താൽ മതി, ഇതിപ്പം സെയിം കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഓവറോൾ എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് എന്താ പഠിച്ചേ, ഓവറോൾ പ്രോഫിറ്റ് അല്ല ഓർ ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. നെഗറ്റീവ് ആണെങ്കിൽ ലോസ്, പോസിറ്റീവ് വരുവാണെങ്കിൽ എന്താണ്, പ്രോഫിറ്റ്. ഓവറോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആവറേജ് ആയിരിക്കും. ആവറേജ് ഓഫ് എന്താണ്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് ഓരോന്നിൻ്റെ എപ്പോഴാണ് കോസ്റ്റ് പ്രൈസ് സെയിം ആവും. വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. ഇത് വേറെ എങ്കിലും ഒരു എക്സാമ്പിളായിട്ട് എടുക്കുവാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് രണ്ടിൻ്റെയും എത്രയാണ്, ഫസ്റ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് 100 രൂപയും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, SP1 20% പ്രോഫിറ്റിന് വെക്കുവാണ്, 120 രൂപയാണ്. രണ്ടാമത്തെ സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് CP2 അത് 100 രൂപ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ SP2 എത്രയാണ്, 10% ലോസ്, 90-നാണ് വിൽക്കുന്നത്. ഓവറോൾ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവറോൾ കോസ്റ്റ് പ്രൈസ് എത്ര വരുന്നത് അയാൾക്ക്, 100 200 രൂപയാണ് ഓവറോൾ കോസ്റ്റ്. സെല്ലിംഗ് പ്രൈസ് എത്ര വരും, 120 90 210-നാണ് വിൽക്കുന്നത്. എത്ര ശതമാനം ലാഭം വരുന്നത്, 10 രൂപ ലാഭം. എത്രയല്ലേ ഇത് കോസ്റ്റ് പ്രൈസ്, അത് സെല്ലിംഗ് പ്രൈസ്. 10 രൂപ ലാഭം 200-ൻ്റെ 5% 10 എന്ന് പറയുന്നത്. 10% 20 അതിൻ്റെ പകുതി. 5% എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് വരുന്നത്. പിന്നെ ഓരോ വട്ടം ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടോ, എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ തന്നിരിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. എപ്പോഴാണ് കോസ്റ്റ് പ്രൈസ് സെയിം ആകുമ്പോൾ. സെല്ലിംഗ് പ്രൈസ് സെയിം ആകുമ്പോൾ വേറെ കൺസെപ്റ്റാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ എൻ്റെ ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്. അത് ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രം എന്ത് മതി, ഇക്വേഷൻ മതി. ഒരു എൻ്റെ സിലബസിൽ 2-3 ഇക്വേഷൻസ് ഇത്രയും നമ്മൾ പഠിക്കത്തുള്ളൂ. അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം, സെയിം സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് പഠിച്ചു പോകും. അപ്പം ഇനി ഇതിൻ്റെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പം 4 ഐറ്റം ഉണ്ടെന്ന് വെച്ചോ, 4 ഐറ്റംസ് ഉണ്ട്. എല്ലാത്തിൻ്റെ എന്താണ്, കോസ്റ്റ് പ്രൈസ് സെയിം ആണ്. ക്വസ്റ്റിന് തരുവാണ് 4 ഐറ്റംസ് ഉണ്ട്, എല്ലാത്തിൻ്റെയും കോസ്റ്റ് പ്രൈസ് സെയിം ആണ്. ഫസ്റ്റ് സാധനം 12% ലോസിന് വിറ്റു, മൈനസ് എന്ന് പറഞ്ഞാൽ ലോസാണ്. രണ്ടാമത്തെ സാധനം 5% പ്രോഫിറ്റിന് എടുത്തു. മൂന്നാമത്തെ സാധനം 8% പ്രോഫിറ്റിന് എടുത്തു. നാലാമത്തെ സാധനം
-20%, അതായത് ലോസ് 20% ലോസിനായി. ഫൈൻഡ് ദ ഓവറോൾ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്. അപ്പം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? കോസ്റ്റ് പ്രൈസ് സെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന ഓരോന്നിൻ്റെയും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജിൻ്റെ ആവറേജ് ആയിരിക്കും നമ്മുടെ ഓവറോൾ എന്ന് പറയുന്നത്. എപ്പോഴാണ് കോസ്റ്റ് പ്രൈസ് സെയിം ആവുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇത് മറന്നു പോയിരിക്കാൻ വേണ്ടി എപ്പോഴും നിങ്ങൾ റിവൈസ് ചെയ്യണം. എപ്പോഴും റിവൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് നാൾ കഴിയുമ്പോൾ നോക്കിയില്ലെങ്കിൽ മറന്നു പോകും. ഓക്കെ, ഇപ്പോൾ റിവൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് എല്ലാം യൂട്യൂബ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ റിവൈസ് ചെയ്യാതിരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വേറെ പെയ്ഡ് ക്ലാസ് ഒക്കെ എടുത്തിട്ടുള്ളവർ കാണും, മുമ്പേ പഠിച്ചവർ കാണും. അപ്പോൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം, ആ ക്ലാസ്സുകളും ഈ ക്ലാസ്സും തമ്മിലുള്ള, ഞാൻ യൂട്യൂബിൽ തരുന്ന ക്ലാസ്സുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, അത് ബാക്കിയുള്ളവരുടെ അറിയണം. ഓക്കെ, ഓവറോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ത് വരും? -12. എല്ലാത്തിനും കൂടെ സം ബൈ നമ്പറാണ് ആവറേജ് എന്ന് പറയുന്നത്. സം എന്ന് പറഞ്ഞാൽ എത്ര വരും? -12 അധികം 5. ഞാൻ എഴുതുവാണ് 8 - 20 ഡിവൈഡ് ബൈ എത്ര പേരുണ്ട്? എത്ര ഉണ്ട്? 4 ഐറ്റംസ്. എത്ര കിട്ടും? -12 -20 എന്ന് പറഞ്ഞാൽ -32, -32 13 എന്ന് വെച്ചാൽ -32 13 എത്രയാണ്? -19. 19 13 ആണ് 32. -19/4%. എന്താണ്? 19/4% ലോസ് ആണ് സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് തന്നെയാണ് ഒരു 2/3 പാർട്ട് ഓഫ് ആൻ ഐറ്റം ഇത്ര പ്രോഫിറ്റ് 10% പ്രോഫിറ്റിന് വിറ്റു, ബാക്കി 1/3 പാർട്ട് 5% പ്രോഫിറ്റിന് വിറ്റു. അങ്ങനെയാണെങ്കിൽ ഓവറോൾ എത്ര? അപ്പോൾ ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ ഐറ്റംസ് 3 എടുക്കും. എന്നിട്ട് 2 പാർട്ട് 10% ലാഭത്തിനും, ബാക്കി ഒരു പാർട്ട് 5% ലാഭത്തിനും, എന്നിട്ട് എന്ത് ചെയ്യും? വെയ്റ്റഡ് ആവറേജ് എടുക്കും. അപ്പോൾ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത് ക്ലിയർ ആയല്ലോ? വെയ്റ്റഡ് ആവറേജ് എടുക്കും. ഡിഫറൻറ്റ് കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ. ഓക്കെ, അതൊക്കെ ഞാൻ വെയ്റ്റഡ് ആവറേജ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഒരു 2023 പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകളോട് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകൾ ഡിസോണസ്റ്റ് ഡീലിലൊക്കെ ഞാൻ നല്ല രീതിയിൽ ഇതിൽ നമുക്ക് പഠിക്കാം. കുറേ നല്ല ഇൻസ്റ്റാൾമെൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം വെയ്റ്റഡ് ആവറേജ് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. വെയ്റ്റഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. 5 സ്റ്റുഡൻസ്, ഒരു ക്ലാസ്സിലെ 5 സ്റ്റുഡൻസിൻ്റെ മാർക്ക് 20 മാർക്കാണ് കിട്ടിയത്. അതുപോലെ ബാക്കി 8 സ്റ്റുഡൻസ് ഉണ്ട്. 8 സ്റ്റുഡൻസിന് 10 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ മാർക്ക് അല്ലെങ്കിൽ ടോട്ടൽ ആവറേജ് മാർക്ക്, ഓവറോൾ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ വെയ്റ്റഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം വന്നുകൊണ്ടാണ്. ഒരെണ്ണം ഉള്ളായിരുന്നു, 5 സ്റ്റുഡൻസ് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ 5 × 20 എടുത്താൽ. ഇവിടെ എന്താണ്? 5 × 20 അതാണ് ആദ്യത്തെ സം. ആദ്യത്തെ ആൾക്കാർ 5 സ്റ്റുഡൻസ് 20 മാർക്ക് വെച്ച് അതിൻ്റെ സം, അധികം 8 സ്റ്റുഡൻസ് 10 മാർക്ക് വെച്ച് 80 ഡിവൈഡ് ബൈ ടോട്ടൽ ആൾക്കാർ എത്രയാണ്? 25 13. ഇനിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത്. ഈ വെയ്റ്റഡ് ആവറേജ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അപ്പോൾ എത്ര കിട്ടും? 100 180/13. ഇത്രയായിരിക്കും എന്ത്? ആ ക്ലാസ് മൊത്തത്തിലുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ 2 ക്ലാസ് ആണെങ്കിൽ അതിൻ്റെ വെയ്റ്റഡ് ആവറേജ്, ടോട്ടൽ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. പക്ഷേ രണ്ടിടത്തും ആൾക്കാർ സെയിം എന്ന് പറഞ്ഞാലോ? ഇവിടെ 5 സ്റ്റുഡൻസ് ആണ്, ഇവിടെ 5 സ്റ്റുഡൻസ് ആണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 20ൻ്റെയും 10ൻ്റെയും ആവറേജ്, 20 + 10/2 15 ആയിരിക്കും എന്ന് പറയുന്നത് ആവറേജ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കിയത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ 5 ഇവിടുത്തെ 5ഉം താഴത്തെ 5 5ഉം +2 ആയിട്ട് എന്ത് ചെയ്യും? ക്യാൻസലായി പോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് ആവറേജ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കോസ്റ്റിന് പകരമാണ് നമ്മുടെ ഇവിടെ ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ കോസ്റ്റ്, അതിനെയാണ് നമ്മൾ വെയിറ്റ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, വെയ്റ്റഡ് ആവറേജിൻ്റെ ക്ലാസ്സിൽ, മിക്സഡ് അലിഗേഷൻ്റെ ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ രണ്ടും സെയിം വരുന്നതുകൊണ്ടാണ് സെയിം കോസ്റ്റ് പ്രൈസ് ആയി കഴിഞ്ഞാൽ എന്ത് പറയുന്നത്? നമ്മൾ ഓവറോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് എന്തെടുത്താൽ മതി? തന്നിരിക്കുന്നതിൻ്റെ ആവറേജ് എടുത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ, ഓക്കെ, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അതുകൂടെ നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഇത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കി എന്ത് ചെയ്യുക? ഹോംവർക്കായിട്ട് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് പറയുക. എങ്ങനെയാണ് ചെയ്യുന്നത്, എത്ര സമയം എടുത്തു, ഞാൻ എടുക്കുന്നതിനേക്കാളും സമയം കുറച്ചാണോ അല്ലെങ്കിൽ കൂടുതലാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് റിയൽ പഠിത്തം എന്ന് പറയുന്നത്. റിയൽ പഠിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ മെത്തേഡ് എന്ത് ചെയ്യുക? ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ വീക്ക് പോയിന്റ്സിൽ കുറച്ച് നാൾ ഇപ്പോൾ പെർസെൻറ്റേജ് ചെയ്ത് സെറ്റായെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക? അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ ചാപ്റ്ററുമായിട്ടും എന്ത് വേണം? നല്ല കണക്ഷൻ വേണം. പെർസെൻറ്റേജിൻ്റെ എല്ലാത്തിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി 2023 CGL പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അത് തന്നെ ഫോളോ ചെയ്ത് പോകുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയണം. അപ്പോൾ അവർക്ക് മാറ്റം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഇല്ലെങ്കിൽ അതെടുത്ത് എന്ത് ചെയ്യുക? അത് ഫോളോ ചെയ്യുക. കാണുന്നതിൽ ഇവിടെ ഒരു കാര്യമില്ല. നിങ്ങൾ വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളത് ഒരു 6 മാസം 7 മാസം നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഫോളോ ചെയ്യുക. എന്ത് വന്നാലും ഞാനത് ചെയ്യും.
ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏത് എക്സാമും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ പഠിച്ച സെയിം കൺസെപ്റ്റ് വെച്ച് മറ്റേ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ഹോംവർക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ നോക്ക്. ആദിത്യ ബൈ 2 wrist watches ഫ്രം ഹിസ് പേഴ്സണൽ കളക്ഷൻ ഫോർ ₹126,000 ഈച്ച്. ഇപ്പോൾ ഈ 126 1080 എത്ര ആയിക്കോട്ടെ, 1 കോടിയോ 10 കോടിയോ എത്ര ആയിക്കോട്ടെ, ഇതിനിവിടെ പ്രസക്തിയില്ല. കാര്യം രണ്ടെണ്ണത്തിന് ഈച്ച് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടെണ്ണത്തിനും എന്താണ്? സെയിം കോസ്റ്റ് പ്രൈസ് ആണ്. അത് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. അവിടെ 1 കോടിയോ 10 കോടിയോ എന്തോ ആയിക്കോട്ടെ. ഈ കൺസെപ്റ്റ് അറിയാത്തവർ എന്ത് ചെയ്യും? ഇത് എഴുതിക്കൊണ്ടിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണിത്. ഓൺ ദ ഫസ്റ്റ് വാച്ച് ഹി ഗെയിൻസ് 26% ആൻഡ് ഓൺ ദ സെക്കൻഡ് ഹി ലോസസ് എത്രയാണ്? 10%. ഫൈൻഡ് ദ ഓവറോൾ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ്. കാണുമ്പോൾ തന്നെ 26 - 10 16/2 8% ഗെയിൻ എന്ന് കണ്ട് തന്നെ പേന എടുക്കാതെ തന്നെ എഴുതാൻ പറ്റും. എപ്പോഴാണ് പേന എടുക്കാതെ എഴുതാൻ പറ്റുന്നത്? ഞാൻ ഈ പറഞ്ഞ ഈ 2 പേജിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ, ഈ 2 പേജിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ 3 പേജിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഇതെന്ത് ചെയ്യാൻ പറ്റും? പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ പേന എടുക്കാതെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് പാടുള്ള കാര്യമല്ല. കൺസെപ്റ്റ് അറിയണം എങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുന്നിലെത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജോലി വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇതെന്താ? 26% ആവറേജ് എടുത്താൽ മതി. കാര്യം കോസ്റ്റ് പ്രൈസ് എന്താണ്? സെയിം കോസ്റ്റ് പ്രൈസ് ആണ്. 26 ലോസ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? മൈനസ് കൊടുക്കണം. അത് ശ്രദ്ധിച്ചോണം കേട്ടോ. ലോസ് ആണെങ്കിൽ മൈനസ് ആണ്. 26 - 10 എത്ര പേരെണ്ണമുണ്ട്? 2. അപ്പോൾ 16/2 8% എന്താണ്? ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഇവിടെ പോസിറ്റീവ് വന്നതുകൊണ്ട്. ഓക്കെ, ഗെയിൻ ഓഫ് 8%. ഇനി അടുത്ത ടൈപ്പാണ് എന്ത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സെയിം സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ സെയിം സെല്ലിംഗ് പ്രൈസിന് ഞാനൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞു നിർത്താം. എന്നിട്ട് ഇക്വേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാം. നിങ്ങളൊന്ന് ഒന്ന് പരിചയിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇക്വേഷൻ പറയാം. ഒരു സാധനം, ഒരു ഐറ്റം എ എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്, ബി എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്. ഇതിന് രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് എന്താണ്? സെല്ലിംഗ് പ്രൈസ് സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. ഫസ്റ്റ് ഐറ്റം X% പ്രോഫിറ്റ്, സെക്കൻഡ് ഐറ്റം Y% പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആണെങ്കിൽ പ്ലസ് ആവും, ലോസ് ആണെങ്കിൽ മൈനസ് ആവും. അങ്ങനെയാണെങ്കിൽ ഓവർ ഇത് പ്രോഫിറ്റ് എന്നാണ്, പ്രോഫിറ്റ്, ഇത് Y% പ്രോഫിറ്റ്, ലോസ് ആവുമ്പോൾ മൈനസ് ആവും. അങ്ങനെയാണെങ്കിൽ ഓവറോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓർ ലോസ് പെർസെൻറ്റേജ്. അപ്പോൾ പോസിറ്റീവായ പ്രോഫിറ്റ് വരും, നെഗറ്റീവായ ലോസ് വരും. അതിൻ്റെ ഒരു ഇക്വേഷനാണ് ഇത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഇക്വേഷനാണ്. അല്ലെങ്കിൽ ഒരുപാട് കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫുള്ളൊന്നും ചെയ്യേണ്ടി വരത്തില്ല. അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ 100 × x + y + 2xy ഡിവൈഡഡ് ബൈ 200 + x + y. കാണുമ്പോൾ വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഒരു 2-3 വട്ടം നിങ്ങൾ എഴുതണം. ഒരുപാട് വട്ടം എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം, റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഒരു ഫോർമുല പഠിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചെയ്ത് ഇത് കാണുമ്പോൾ ബാക്കിയുള്ള ഒറിജിനൽ മെത്തേഡിൽ ഒരു വട്ടം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നോക്കണം. അപ്പം മനസ്സിലാവും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് കിട്ടാത്ത മാർക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് ആൻസർ എന്ത് ചെയ്യുക? കമൻ്റായിട്ട് പറയുക. ഓക്കെ, ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നോട്ട് എന്ത് ചെയ്യണം? നോട്ട് എന്തായാലും മസ്റ്റായിട്ട് കീപ്പ് ചെയ്യണം. അപ്പം ഞാൻ ദിശ അക്കാഡമി ചാനലിൽ ഇട്ടിട്ടുള്ള ക്ലാസ്സുകളെല്ലാം എഴുതി നോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും പഠിക്കണം. എല്ലാ ക്ലാസ്സിൻ്റെയും നോട്ട് തയ്യാറാക്കി സ്വന്തം കൈശ്വരം കൊണ്ട് എഴുതി എന്ത് ചെയ്യണം? പഠിക്കണം. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് അതായിരിക്കും നിങ്ങളുടെ എന്തെന്ന് പറയുന്നത് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഒരു ടെൻഷനും വേണ്ട. എന്ത് ചെയ്യാം? നമ്മുടെ അക്കാഡമി എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണുക. എല്ലാം നിങ്ങളുടെ കൂടെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലി, സെൻട്രൽ ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് നേടാവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫീഡ്ബാക്കുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? കമൻ്റായിട്ട് തന്നെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.